മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ജീവനക്കാർക്കെതിരെ പോലീസ് കേസെടുത്തതിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. മെഡിക്കൽ കോളേജിലേക്ക് പ്രവർത്തകർ മാർച്ച് നടത്തി ആരോഗ്യമന്ത്രിയോട് ശമ്പളം ലഭിച്ചില്ലെന്ന പരാതി പറഞ്ഞ താൽക്കാലിക ജീവനക്കാർക്കെതിരെയായിരുന്നു കേസെടുത്തത്. യൂനസ് അഹമ്മദ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. യൂനസ, മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്ന താൽക്കാലിക ജീവനക്കാർക്ക് ശമ്പളം ലഭിച്ചില്ല എന്നവർ പരാതി പറഞ്ഞതാണ് മന്ത്രിയോട്. ആ പരാതി പറഞ്ഞവർക്കെതിരെയാണ് കേസെടുത്തത്. അപ്പോൾ ഇതിൽ പ്രതിഷേധിച്ചായിരുന്നോ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം? എന്താണ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടക്കുന്നത്? അജി, യൂത്ത് കോൺഗ്രസ് ആണ് ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പാളിന്റെ ഓഫീസിലേക്ക് ഇപ്പോൾ പ്രതിഷേധം ഉയർത്തി. അവരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. നമുക്കറിയാം, ഇവിടെ മെഡിക്കൽ കോളേജിലുണ്ടായിരുന്ന താൽക്കാലിക ജീവനക്കാർക്കെതിരെ ഈ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിന്റെ പരാതിയിൽ കേസെടുത്തിരുന്നു. കലാപാഹനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയായിരുന്നു കേസ്. കാരണം കഴിഞ്ഞ ചൊവ്വാഴ്ച ആരോഗ്യമന്ത്രി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തിയിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ മാസങ്ങളായി ശമ്പളം ലഭിക്കാത്ത ഈ ഒരു താൽക്കാലിക ജീവനക്കാർ, പ്രത്യേകിച്ച് ശുചീകരണ തൊഴിലാളികളുണ്ട്, അതോടൊപ്പം നഴ്സുമാരുണ്ട്, മറ്റ് സെക്യൂരിറ്റി ജീവനക്കാരുണ്ട്, ഇവരുൾപ്പെടെ മാസങ്ങളായി ശമ്പളം ലഭിക്കാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് മന്ത്രിയെ നേരിട്ട് ഈ ഒരു സാഹചര്യം അറിയിക്കാൻ ഈ താൽക്കാലിക തൊഴിലാളികൾ രംഗത്തെത്തിയത്. ആ ഒരു സാഹചര്യത്തിൽ ഇവരെ ഈ CPM പ്രവർത്തകരടക്കം തടയുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ താൽക്കാലിക ജീവനക്കാർക്കെതിരെ 20ഓളം വരുന്ന താൽക്കാലിക ജീവനക്കാർക്കെതിരെ ഇപ്പോൾ ഈ പ്രിൻസിപ്പാളിന്റെ പരാതിയിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. കൂട്ടമായി എത്തി സംഘർഷ സാധ്യതയുണ്ടാക്കി എന്ന് പറഞ്ഞാണ് ഇപ്പോൾ ഈ പരാതി നൽകിയത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുകയും ചെയ്തു. ഈ പ്രത്യേകിച്ച് ഈ പരാതിക്കാരായ പ്രത്യേകിച്ച് ഈ തൊഴിലാളികൾ പറയുന്നത് മാസങ്ങളായി ശമ്പളം ലഭിച്ചിട്ട് പല രീതിയിലും, പ്രത്യേകിച്ച് ശുചീകരണ തൊഴിലാളികളുണ്ട്, അതോടൊപ്പം മറ്റു പല തൊഴിലാളികളുണ്ട്, മാസങ്ങളായി ശമ്പളം ലഭിക്കാത്ത സാഹചര്യത്തിൽ മന്ത്രിയെ നേരിട്ട് ഈ സാഹചര്യം അറിയിക്കാനാണ് അവിടെ എത്തിയത്. ആ ഒരു സാഹചര്യത്തിലാണ് എന്തുകൊണ്ടാണ് ഈ ഒരു പരാതി നൽകിയതെന്ന് അറിയില്ല. പ്രത്യേകിച്ച് ഇവർക്ക് ഈ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വരാൻ പോലും ഒരു പേടിയുള്ള, ഒരു ഭീതിയുള്ള ഒരു സാഹചര്യമുണ്ട്. കാരണം കണ്ടാൽ അറിയുന്ന 20 പേർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തത്. ആ ഒരു സാഹചര്യം നിലവിലുണ്ട്. ഏതായാലും ഇനി തങ്ങളും മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നാൽ ഈ കേസെടുക്കുമോ എന്നൊരു ആശങ്കയാണ് ഇവർ പങ്കുവെക്കുന്നത്. വലിയൊരു ആശങ്ക. പ്രത്യേകിച്ച് ഇന്ന് ആ ഒരു രീതിയിലാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് ഈ മെഡിക്കൽ കോളേജിലേക്ക്, പ്രിൻസിപ്പാളുടെ ഓഫീസിലേക്ക് ഇപ്പോൾ മാർച്ച് നടത്തിയത്. ഇപ്പോൾ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. വലിയൊരു പ്രതിഷേധം നടക്കുന്നു. പ്രത്യേകിച്ച് ഈ യൂത്ത് കോൺഗ്രസ് ഉന്നയിക്കുന്ന ഒരു കാര്യം, എന്ത് നീതിയാണ് ഈ കാര്യത്തിലുള്ളത്? അവരുടെ ആശങ്ക, തൊഴിലാളികളായുള്ള അവരുടെ ആശങ്ക അറിയിക്കാൻ മന്ത്രിയെ നേരിട്ടെത്തിയതിൽ എന്ത് കാര്യമാണ് ഇതിലുള്ളത് എന്നാണ് ഇവർ പറയുന്നത്. അതോടൊപ്പം ഈ പ്രാദേശികമായ CPM നേതൃത്വത്തിന്റെ വിശദീകരണം, അവർ പറയുന്നത് ഈ ജീവനക്കാർക്കിടയിൽ കോൺഗ്രസുകാർ നുഴഞ്ഞു കയറി എന്നാണ് അവർ പറയുന്നത്. അതാണ് പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയതെന്നാണ് ഇവിടെയുള്ള പ്രാദേശിക CPMന്റെ നിലപാട്. ഏതായാലും വലിയൊരു പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഇവിടെ ഉണ്ടായത്. അവർ പറയുന്നത് ഈ ഒരു പ്രതിഷേധം അവസാനിക്കില്ല. പ്രിൻസിപ്പാൾ വരുന്ന മുറക്ക്, കാരണം ഇന്ന് അവധി ദിവസമാണ്, നാളെയും മറ്റന്നാളും കഴിഞ്ഞ് പ്രിൻസിപ്പാൾ വരുന്ന മുറക്ക് പ്രിൻസിപ്പാളിനെതിരെ ശക്തമായ പ്രതിഷേധമായി യൂത്ത് കോൺഗ്രസ് മുന്നിലുണ്ടാകുമെന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. കാരണം ഒരു നീതിക്ക് വേണ്ടി പോരാടിയ, നീതിക്ക് വേണ്ടി ഒരു സമരവും നടത്താതെ, ഒരു ആവശ്യത്തിന് വേണ്ടി മന്ത്രിയെ നേരിൽ കാണാൻ എത്തിയ അവർക്ക് നേരെ ഒരു പ്രത്യേകിച്ച് കൂട്ടമായി സംഘർഷം നടത്തിയെന്ന ആരോപണം വകുപ്പുകൾ ചുമത്തി കേസെടുക്കുക എന്ന് പറയുന്നത് വളരെ നിർഭാഗ്യകരമായിട്ടുള്ള, കൗതുകകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിനെതിരെ ശക്തമായുള്ള പ്രതിഷേധമാണ് പ്രത്യേകിച്ച് പ്രതിപക്ഷ സംഘടനകളടക്കം ഉയർത്തുന്നത്. ഏതായാലും വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങാനാണ് സാധ്യത. അജി, ശരി. യൂനസ് അഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. മഞ്ചേരി മെഡിക്കൽ